ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മീര ഭാഗം 3. ഇന്നലെ വരെ എനിക്ക് 2 അമ്മമാരായിരുന്നു. ഒന്ന് എന്നെ പ്രസവിച്ച അമ്മയും മറ്റേത് വളർത്തി വലുതാക്കിയ അമ്മയും. ഇനി അങ്ങോട്ട് ഒരാൾ മാത്രം. സ്നേഹം മാത്രം പകർന്നു തന്ന് എന്നെ വളർത്തി വലുതാക്കിയ നിങ്ങളുടെ വാക്കുകളെ എതിർക്കാൻ എനിക്കാകില്ല. അതുകൊണ്ട് ഈ രാത്രി അത് നിങ്ങൾക്കുള്ളതാണ്. പക്ഷേ ഇനി ഇവർക്കൊപ്പം ജീവിക്കാൻ അമ്മ എന്നെ നിർബന്ധിക്കരുത്. അലോഷി സിസ്റ്റർ തെരേസയ്ക്ക് മുൻപിൽ കൈകൂപ്പി. അലോഷി, സിസ്റ്റർ ശാസനയോടെ വിളിച്ചു. സോറി അമ്മേ, ശരീരം വിറ്റ് ജീവിക്കുന്ന സ്ത്രീകൾക്കുമുണ്ട് അവരുടേതായ മാന്യത. പക്ഷേ ആ മാന്യതയ്ക്ക് പോലും അർഹതയില്ലാത്ത ഇവരോട് എനിക്ക് വെറുപ്പാണ്. ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കണം. എനിക്ക് ജന്മം നൽകിയ എൻ്റെ പിതാവ് ആരാണെന്ന്. ഡാഡി പറഞ്ഞതുപോലെ അങ്ങനെ ഒരാളെ മാത്രം കാണിച്ചു തരാനുണ്ടെങ്കിൽ മാത്രം. ചീഞ്ഞളിഞ്ഞ് ശവത്തെ എന്നതുപോലെ പുച്ഛത്തോടെ മീരയെ നോക്കിക്കൊണ്ട് ആ മകൻ അകത്തേക്ക് നടന്നു. വാതിൽ വലിച്ചടയ്ക്കുന്ന ശബ്ദം മീരയെ വേദനകളുടെ ലോകത്തു നിന്ന് താൽക്കാലികമായി പുറത്തേക്ക് കൊണ്ടുവന്നു. അവൾ ചുറ്റും നോക്കി. ക്രൂരമായ കണ്ണുകളോടെ തന്നെ നോക്കുന്ന ആൽബി മാത്രമാണ് ആ മുറിയിൽ അവശേഷിച്ചിരിക്കുന്നത്. അവൾ പിടഞ്ഞെഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. അവളുടെ കാലുകൾക്ക് വല്ലാത്ത തളർച്ച ബാധിച്ചിരുന്നു. ഞാൻ നിന്നെ വല്ലാതെ മോഹിച്ചു പോയി. ഒരിക്കലെങ്കിലും എനിക്ക് നിന്നെ വേണം. വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹമാ. ഒരേ ഒരു തവണ പ്ലീസ്. രാത്രിയിൽ തേരട്ടയെ പോലെ തന്നിൽ നുളഞ്ഞു കയറാൻ ശ്രമിച്ച ആ വൃത്തികെട്ട വാക്കുകൾ. ഛീ, ഇറങ്ങടാ പുറത്ത്. അതിന് സമ്മതിച്ചില്ലെങ്കിൽ നീ കാണാൻ പോകുന്നത് ഈ ആൽബിയുടെ മറ്റൊരു മുഖമായിരിക്കും. ഇന്നുവരെ നീ ചേർത്ത് വെച്ചതൊന്നും നാളെ നിന്റെ സ്വന്തമായിരിക്കില്ല. തൻ്റെ പ്രതിരോധത്തിന് മറുപടിയായുള്ള ആൽബിയുടെ വാക്കുകൾ മീരയിൽ അലയടിച്ചു. എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഈ മീരയുടെ ശരീരത്തിൽ തൊടാൻ നിനക്ക് സാധിക്കില്ല ആൽബി. നിന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിപ്പിക്കുന്നത് ചെകുത്താനാണ്. കടന്നു പോകണം എൻ്റെ മുൻപിൽ നിന്ന്. മീര, ആരും ഒരിക്കലും ഒന്നും അറിയാൻ പോകുന്നില്ല. അതുകൊണ്ട് നിനക്കൊരു നഷ്ടവും സംഭവിക്കാനും പോകുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിനക്കറിയാമല്ലോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ആൽബി ഭീഷണി തുടർന്നു. എന്തു സംഭവിച്ചാലും അതെൻ്റെ വിധിയാണെന്ന് കരുതി ഞാൻ സന്തോഷിച്ചോളാം. ഇനി ഇവിടെ നിന്നാൽ ഞാൻ ഒച്ചയുണ്ടാക്കും. അത് കൂടുതൽ നാണക്കേടാവും. പ്ലീസ്. പുറത്തേക്ക് കൈനീട്ടി അത് പറയുമ്പോൾ അയാളോട് തോന്നിയത് സഹതാപം മാത്രമാണ്. അലോഷി നിന്റെ മകനാണെന്ന് അറിഞ്ഞ് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു കളി കളിച്ചത്. എന്നെ മോഹിപ്പിച്ച നിന്റെ ശരീരം അതെനിക്ക് വേണം. ഒരേ ഒരു തവണ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അവിടെ നഷ്ടപ്പെടുന്നത് എൻ്റെ മകളുടെ ജീവിതമാണെങ്കിൽ പോലും ഞാൻ പിന്നോട്ടില്ല. ഈ ആൽബി എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നേടിയിട്ടുമുണ്ട്. അയാളുടെ വായിൽ നിന്നും പുറത്തേക്ക് വന്ന ദുർഗന്ധം വമിക്കുന്ന വാക്കുകൾ. നിനക്ക് തെറ്റിപ്പോയി ആൽബർട്ട്. നീ എന്ന ചെകുത്താൻ എത്ര ആടിത്തിമിർത്താലും ദൈവം കൂടെയുള്ളവരെ നിനക്ക് നശിപ്പിക്കാനാകില്ല. ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ സ്വന്തമാക്കാൻ എന്തു ചതിയും ചെയ്യാൻ മടിയില്ലാത്ത നിനക്ക് മുൻപിൽ തോറ്റുപോയ അനേകം പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരെ പോലെ മീരയെ കാണരുത്. നിനക്കൊരിക്കലും ഈ ശരീരത്തെ സ്വന്തമാക്കാൻ പറ്റില്ല. മീരയുടെ ജീവിതം അത് നിനക്കുള്ളതല്ല. ഉറപ്പോടെ അത് പറയുമ്പോൾ അറിയാമായിരുന്നു ആൽബി വെറുതെ ഇരിക്കില്ലെന്ന്. ആൽബർട്ടിൻ്റെ പ്രതികാരത്തിന് ഇത്രയേറെ ശക്തിയുണ്ടെന്ന് മനസ്സിലാകുന്നത് ഇപ്പോൾ മാത്രമാണ്. എല്ലാം തകർന്നു. ഇനി നഷ്ടപ്പെടാൻ തൻ്റെ മുൻപിൽ വേറൊന്നുമില്ല. മീര വേദനയോടെ ആ സത്യം മനസ്സിലാക്കി. കുറേയേറെ ചോദ്യങ്ങളുടെ ഉത്തരമാണ് എൻ്റെ മകൻ ചോദിക്കുന്നത്. അവന് അതറിയാനുള്ള അവകാശവുമുണ്ട്. പക്ഷേ എന്തുത്തരമാണ് ഞാൻ അവന് കൊടുക്കേണ്ടത്? നെഞ്ചിൽ തീരാത്ത വിങ്ങലോടെ കിടക്കയിലേക്ക് ഇരിക്കുമ്പോൾ മീര ആലോചിച്ചു. ഈ രാത്രി അത് നിർണായകമാണ്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാത്രി. ഇന്ന് താൻ എടുക്കാൻ പോകുന്ന എല്ലാ തീരുമാനങ്ങൾക്കും തൻ്റെ ജീവൻ്റെ വിലയുണ്ട്. ഒന്നെങ്കിൽ പോരാടണം മരണം വരെ, അല്ലെങ്കിൽ എന്നെങ്കിലും വരാൻ പോകുന്ന മരണത്തെ സ്വയം വിളിച്ചു വരുത്തണം. പക്ഷേ മരിക്കാനായിരുന്നുവെങ്കിൽ എത്രയോ നേരത്തെ ആകാമായിരുന്നു. എന്തായാലും അത് വേണ്ട. ജീവിക്കണം. മരിക്കുന്നത് വരെ ജീവിക്കണം. അവൾ ഉറച്ച തീരുമാനമെടുത്തു. മീര, നീ ഉറങ്ങിയോ? സിസ്റ്ററിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ അവളൊന്ന് തിരിഞ്ഞു കിടന്നു. നീ ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊരു ദിവസം നിനക്കെങ്ങനെ ഉറങ്ങാനാകും? നിന്നെ ആദ്യം കണ്ടതു മുതൽ ഇന്നുവരെ കുറച്ചേറെ ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളൊന്നും ഒരിക്കൽ പോലും നിന്നോട് ചോദിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ചോദിക്കാതെ തന്നെ നിനക്ക് ഉത്തരം പറയേണ്ടതായിട്ട് വരുന്നു. എനിക്ക് മനസ്സിലാക്കാനാകും നിന്റെ വേദന. സിസ്റ്ററിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൾ പതുക്കെ എഴുന്നേറ്റിരുന്നു.
സിസ്റ്റർ ആ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോൾ ആ കണ്ണുകൾ തോർന്നിട്ടുണ്ടായിരുന്നു. അവിടെ എന്തെന്നില്ലാത്ത ആത്മധൈര്യം നിറഞ്ഞു നിൽക്കുന്നു. യാതൊരു ഭയവുമില്ലാത്തതുപോലെ. ഈ ലോകത്ത് ഉത്തരമില്ലാത്തതായി യാതൊന്നുമില്ല സിസ്റ്റർ. എല്ലാത്തിനും ഉത്തരങ്ങളുണ്ട്. ചിലപ്പോൾ ചിലരുടെ ഉത്തരങ്ങൾ മറ്റു ചിലർക്ക് മനസ്സിലാക്കാനായെന്നു വരില്ല. അതുകൊണ്ട് മാത്രമാണ് ചിലരൊക്കെ ഒന്നും പറയാതിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ വലിയ പരീക്ഷയുടെ കാലഘട്ടമാണ്. അത് ഞാൻ എഴുതണം. ചിലപ്പോൾ പരാജയപ്പെട്ടു പോയേക്കാം. എങ്കിലും അത് ഈ മീര പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ആ വാക്കുകളുടെ ഉറപ്പ് സിസ്റ്ററിനെ അത്ഭുതപ്പെടുത്തി. ഒരിക്കൽ ഒരു രാത്രിയിൽ ഞങ്ങളുടെ വാഹനത്തിനു മുൻപിൽ ആത്മഹത്യ ചെയ്യാനായി ചാടിയ ആ പെൺകുട്ടിയിൽ നിന്ന് ഇത്ര ദൂരം നീ വളർന്നിരിക്കുന്നു. അതിലെനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ട്. ജീവിതത്തോട് പൊരുതാൻ ഉറച്ചിറങ്ങിയിരിക്കുന്ന നിന്നെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. സിസ്റ്റർ അവളുടെ കൈകളെ തലോടിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, അന്നത്തെ മീര മരിക്കാൻ തീരുമാനിച്ചവളല്ല. ഉദരത്തിലെ കുഞ്ഞു ജീവനെ ഒരു മരണത്തിനും വിട്ടുകൊടുക്കാതിരിക്കാൻ നെട്ടോട്ടമോടുന്ന വഴിക്ക് നിങ്ങളുടെ വാഹനത്തിന് മുൻപിൽ ദൈവം അവളെ കൊണ്ടെത്തിച്ചതാണ്. മീരയുടെ ആ വാക്കുകൾ സിസ്റ്ററിന് പുതിയൊരു അറിവായിരുന്നു. അവർ ഞെട്ടലോടെ അവളെ നോക്കി. മീര, ഈ രാത്രി മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോൾ നിന്റെ ജീവിതം ഒരു നൂൽപ്പാലത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഈ രാത്രിക്കപ്പുറം നിനക്ക് പലതും നഷ്ടപ്പെടും. അപ്പോഴും നിന്നെ ചേർത്ത് പിടിക്കാൻ ഒരുപക്ഷെ എനിക്ക് കഴിഞ്ഞേക്കും. പക്ഷേ അതിനു മുൻപ് എനിക്കറിയണം മീരയും മീരയുടെ ജീവിതവും. സിസ്റ്ററിന്റെ വാക്കുകൾ അഗ്നി പോലെ അവളെ പൊതിഞ്ഞു. അതിൻ്റെ ചൂടിൽ താൻ ഇല്ലാതായി പോയേക്കുമെന്ന് അവൾ ഭയപ്പെട്ടു. സിസ്റ്ററിന് എല്ലാം അറിയാനുള്ള അവകാശമുണ്ട്. ഒരിക്കൽ കയറിക്കിടക്കാൻ ഒരിടമില്ലാതെ സഹായത്തിന് ആരുമില്ലാതെ തെരുവിലായി പോയ മീര എന്ന സ്ത്രീക്ക് താങ്ങും തണലുമായി ദൈവം അയച്ചതാണ് നിങ്ങളെ. അന്നു മുതൽ ഇന്നുവരെ ഒരു കുഞ്ഞു ചോദ്യം കൊണ്ടുപോലും നിങ്ങളെന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഞാൻ അമ്മയെപ്പോലെ ബഹുമാനിക്കുന്ന നിങ്ങളുടെ മുൻപിൽ ഞാനെന്ന മീരയും എൻ്റെ ജീവിതത്തെയും തുറന്നു വെക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. പക്ഷേ അതൊരിക്കലും ആൽബിയെപ്പോലെ ഒരു മനുഷ്യൻ്റെ മുൻപിലാവരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. മീരയുടെ വാക്കുകൾ ശക്തമായിരുന്നു. പക്ഷേ സത്യങ്ങൾ തെളിയിക്കപ്പെടേണ്ടത് ഇവിടെയാണ്, നിന്റെ മകൻ്റെ മുൻപിൽ. സിസ്റ്റർ തെരേസ നെറ്റി ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനെല്ലാം പറയുന്നത് ഒരു സത്യവും തെളിയിക്കാനല്ല, ആരെയും ചേർത്ത് പിടിക്കാനുമല്ല. നിങ്ങളെല്ലാം അറിയണം, നിങ്ങൾ മാത്രം. പക്ഷേ അതിവിടെ വെച്ച് വേണ്ട. നാളെ നമുക്ക് ഒരു യാത്ര പോകാം. മീരയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമ്മുടെ നാട്ടിലേക്ക്, അങ്ങ് വയനാട്ടിലേക്ക്. ആ യാത്രയിൽ ഞാൻ മീരയെപ്പറ്റി പറയാം. എല്ലാം കേട്ട് കഴിയുമ്പോൾ ഒരു കൊച്ചു നന്മയെങ്കിലും എൻ്റെ ജീവിതത്തിൽ ബാക്കിയുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം പണ്ടൊരിക്കൽ എന്നെ സ്വീകരിച്ച അതേ അനാഥാലയത്തിൻ്റെ വാതിൽ എനിക്ക് വേണ്ടി ഒരിക്കൽ കൂടി തുറന്നു തരണം. അതിന് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ യാത്ര തുടരും. ഒരിക്കലും സിസ്റ്ററിന് ഞാനൊരു ബാധ്യതയാകില്ല. മീരയുടെ ശബ്ദം ഉറച്ചതായിരുന്നു. ഇല്ല മീര, എല്ലാം ഇട്ടെറിഞ്ഞ് നിനക്ക് ഒന്നുമില്ലായ്മയിലേക്ക് മടങ്ങാൻ സാധിക്കില്ല. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതെല്ലാം നിൻ്റേതാണ്, നിന്റെ അധ്വാനത്തിൻ്റെ ഫലം. സമ്പത്ത്, ഈ കാണുന്നതൊന്നും ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല. എല്ലാം അവനുള്ളതാണ്, എൻ്റെ മകൻ അലോഷിക്ക്. അവനിവിടെ സന്തോഷമായി ജീവിക്കുന്നതാണ് എൻ്റെ സന്തോഷം. പിന്നെ എന്തിനാണ് ഈ ഒളിച്ചോട്ടം എന്നായിരിക്കും സിസ്റ്ററിൻ്റെ മനസ്സിലുള്ള ചോദ്യമെന്ന് എനിക്കറിയാം. ആൽബി എന്ന ചെകുത്താൻ്റെ മനസ്സുള്ള മനുഷ്യനിൽ നിന്നും എനിക്കൊരു മോചനം വേണം. സിസ്റ്ററിൻ്റെ വാക്കുകൾക്ക് ഉത്തരമായി അവൾ പറഞ്ഞു. ആ വാക്കുകളുടെ അർത്ഥമൊന്നും മനസ്സിലാക്കാനാകാതെ സിസ്റ്റർ അവളെ തുറച്ചു നോക്കി. അമ്മ പോയി കിടന്നോളൂ, രാവിലെ പുറപ്പെടാനുള്ളതല്ലേ. എനിക്കൊന്നുറങ്ങണം. എൻ്റെ മകനുള്ള വീട്ടിൽ അവസാനമായി ഒരു രാത്രി കൂടി. കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ലാതെ മീര കണ്ണുകൾ അടച്ചു. കുറച്ചു നേരം മീരയുടെ ആ കിടപ്പ് നോക്കി നിന്നിട്ട് സിസ്റ്റർ മുറിയിലേക്ക് നടന്നു. അവരുടെ നെഞ്ചിൽ എന്തെന്നില്ലാത്ത ഒരു നോവ് പടർന്നു. ഈശോയെ, ചില കുഞ്ഞുങ്ങളൊക്കെ കടന്നു പോകുന്ന വഴികൾ കാണുമ്പോൾ വല്ലാത്ത ഭയം തോന്നുന്നു. ജീവിതത്തിൽ ഇന്നോളം ദുഃഖങ്ങൾ മാത്രം അനുഭവിച്ച ഇവൾക്ക് ആശ്വാസമേകാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. നിന്റെ വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണം അവൾക്ക് നൽകിയാലും. നെറ്റിയിൽ കുരിശു വരച്ച് കിടക്കും മുൻപ് ആ സന്യാസിനി ആത്മാർത്ഥമായി മീരയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ രാത്രിയുടെ ഓരോ യാമങ്ങളും മീരയ്ക്ക് ഓരോ യുഗങ്ങൾ പോലെയാണ് തോന്നിയത്. തൻ്റെ വിയർപ്പിൻ്റെ വിലയായ ഈ ഭവനത്തിലെ അവസാന ദിവസം. ഒരു പെലിക്കൻ പക്ഷിയെ പോലെ ആയിരുന്നില്ലേ താൻ? എന്നിട്ടും ആ മകനെ പോലും എന്നെ മനസ്സിലാക്കാനായില്ലല്ലോ. ഒന്നിലും അവനെ കുറ്റം പറയാനാകില്ല. ഒരു മകനും കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ് അവൻ ഇന്ന് കേട്ടത്. പണത്തിനു വേണ്ടി ശരീരം വിറ്റ ഒരു സ്ത്രീയെ അമ്മയെന്ന് വിളിക്കാൻ ഏതു മകനാണ് സാധിക്കുക?
ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളും മീര സ്വയം കണ്ടെത്തുകയായിരുന്നു. ഈശോയെ, എന്തിനാ ഈ ജന്മം ഇങ്ങനെ ബാക്കിയിട്ടിരിക്കുന്നത്? എൻ്റെ കടമകളെല്ലാം പൂർത്തിയായി. ഞാൻ എൻ്റെ ഓട്ടം നല്ല ഭംഗിയായി തന്നെ പൂർത്തിയാക്കി. ഇനി നിന്റെ സ്വർഗ സമ്മാനത്തിന് എന്നെ തിരിച്ചു വിളിച്ചുകൂടെ? അവസാനം മീര സൃഷ്ടാവിനോട് ആ ഒരു ചോദ്യം കൂടി ചോദിച്ചു. ഇതുവരെ ഈ നാട്ടിൽ ആർക്കു മുൻപിലും തുറന്നു വെക്കാത്ത തൻ്റെ ജീവിതത്തിൻ്റെ ഏടുകൾ വേറൊരാൾക്ക് മുൻപിൽ തുറന്നു വെക്കാൻ പോകുന്നു. താൻ സഞ്ചരിച്ച വഴികൾ, അതിൻ്റെ ഭീകരതകൾ എല്ലാം ഒരു വെള്ളിത്തിരയിൽ എന്നതുപോലെ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. ഓരോന്ന് ചിന്തിച്ച് ഉറങ്ങാതെ കിടക്കുമ്പോഴാണ് അട്ടയെപ്പോലെ എന്തോ ഒന്ന് തൻ്റെ കാലിലൂടെ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ അവൾക്ക് തോന്നിയത്. വല്ലാത്ത ഞെട്ടലോടെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ അവൾ ആ രൂപത്തെ കണ്ടു. ആൽബി. അവൾ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. ഛേ, നിനക്കിനിയും മതിയായില്ലേ? ഒരു പെണ്ണുടലിന് വേണ്ടി ഒരാൾക്ക് ഇത്രയ്ക്ക് അധപ്പതിക്കാൻ പറ്റുമോ? ഇറങ്ങി പോടാ പുറത്ത്, അവൾ കോപത്തോടെ മുരണ്ടു. അടങ്ങടി, ഇത്രയുമായിട്ടും നിനക്ക് മതിയായില്ലേ? ഇനി നിനക്ക് ആരാ ഉള്ളത്? ഇപ്പോഴും ഒന്നും അവസാനിച്ചിട്ടില്ല. ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ ഒപ്പം നിന്നാൽ നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരാം. ഇരുട്ടിൽ അയാളുടെ ക്രൂരമായ ചിരി അവളെ തെല്ലും ഭയപ്പെടുത്തിയില്ല. എടോ, ഇവിടെ താൻ ജയിച്ചു. നാളെ മുതൽ മീര വീണ്ടും അനാഥയാണ്. പക്ഷേ ഇന്നലകളുടെ ചില നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. അത് മാത്രം മതി എനിക്ക് ജീവിക്കാനായി. എൻ്റെ അലോഷിക്കൊപ്പം ഞാൻ ജീവിച്ച ചില നല്ല നിമിഷങ്ങൾ, പിന്നെ എൻ്റെ ജീവിതത്തിൽ കൂടി കടന്നുപോയ ചില നല്ല മനുഷ്യരുടെ ഓർമ്മകളും. എൻ്റെ ഭൂതകാലത്ത് ഞാൻ പരിചയപ്പെട്ട കറുത്ത നിറമുള്ള ഒരു കരിന്തേളാണ് താൻ. നാളെ ഒരു പക്ഷേ എൻ്റെ ശരീരം പുഴുവരിച്ച് നാറി കല്ലറയിൽ കിടന്നാലും അപ്പോഴും നീ വരും, അതെനിക്കറിയാം. ഈ ഭൂമിയിൽ ഞാൻ പരിചയപ്പെട്ട ഏറ്റവും നികൃഷ്ടനായ മനുഷ്യൻ അതാണ് താൻ. മീരയിൽ നിന്നും വാക്കുകൾ തിളച്ചു മറിഞ്ഞ ലാവ പോലെ പുറത്തേക്ക് വമിച്ചു. നീ പറഞ്ഞത് ശരിയാണ്. ഈ ആൽബിക്ക് നിന്നെ വേണം, നിന്റെ ശരീരം വേണം. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ സ്വന്തമാക്കിയിരിക്കും, അയാൾ ക്രൂരതയോടെ അവളുടെ കാതിൽ പറഞ്ഞു. നിന്റെ മകളാണ് മിരി എന്ന സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ മകന് അവളെ വിവാഹം കഴിക്കാനുള്ള അവസരം കൊടുത്തത്. എൻ്റെ മകൻ്റെ സന്തോഷം, അതാണ് എനിക്ക് ഏറ്റവും വലുത്. നീ എന്ന ചെകുത്താൻ്റെ മകളായി പിറന്നത് മാത്രമാണ് അവളുടെ അയോഗ്യതയായി ഞാൻ കണ്ടത്. അപ്പോഴും എനിക്കറിയാമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ നീ എനിക്ക് ഭീഷണിയായി വരുമെന്ന്. പക്ഷേ അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നീയും മാറിപ്പോയിട്ടുണ്ടാകുമെന്ന്. അത് പറയുമ്പോൾ വിതുമ്പിപ്പോകാതിരിക്കാൻ മീര വല്ലാതെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മീര, ഒരേ ഒരു കാര്യത്തിൽ മാത്രം നീയും എൻ്റെ ഭാര്യ ആഗ്നസും ഒരുപോലെയാണ്. എന്നെങ്കിലും ഒരിക്കൽ ഈ ആൽബി മാറുമെന്ന് അവളും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ ആൽബിക്ക് മാറാനാകില്ല. എത്ര കിട്ടിയാലും എനിക്ക് മതി വരാത്തത് പെൺശരീരങ്ങൾ മാത്രമാണ്. അയാൾ മീരയെ ആർത്തിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നാണമില്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? തന്നോളം വളർന്ന ഒരു മകളുണ്ടെന്ന കാര്യം നീ മറക്കണ്ട, മീര അല്പം കനത്ത ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. കണ്ട വിദേശിയുടെ ഒക്കെ കൂടെ കിടന്ന് വയറ്റിലൊരു കുഞ്ഞിനെയും ഉണ്ടാക്കി ആ കുഞ്ഞിനെ എവിടെയോ ഉപേക്ഷിച്ച് പരമപരിശുദ്ധിയായി ഈ നാട്ടിൽ വന്ന് സുഖിച്ച് ജീവിക്കുന്ന നിന്നെപ്പോലുള്ള ഒരു സ്ത്രീക്ക് എൻ്റെ യോഗ്യത ഇളക്കാൻ എന്ത് അവകാശമാണുള്ളത്? വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന ഒരു വസ്തു ചോദിക്കുന്നതിൽ ഞാനെന്തിനു നാണിക്കണം? ആൽബി ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടുണ്ട്, നിന്നെയും നേടും, നിന്റെ മകനിലൂടെ. അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് ആൽബർട്ട് അത് പറയുമ്പോൾ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം ഒഴുകിയിറങ്ങുന്നത് അവൾ അറിഞ്ഞു. ഇറങ്ങിപ്പോടാ നായേ, അല്ലെങ്കിൽ ഞാൻ ഒച്ചയിടും. എനിക്കിനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല. താനാണ് ഇനി ഭയക്കേണ്ടത്. തനിക്ക് ഭാര്യയുണ്ട്, മകളുണ്ട്, മരുമകനുണ്ട്, ഒന്നും മറക്കരുത്. മീരയിൽ നിന്നും ഒരു വന്യമൃഗത്തിൻ്റെ ശബ്ദം പോലെ ഓരോ വാക്കുകളും ഒഴുകിയിറങ്ങി. ബന്ധങ്ങൾ, അത് കാണിച്ചാണോ ആൽബിയെ പേടിപ്പിക്കാൻ നോക്കുന്നത്? വേണമെങ്കിൽ എൻ്റെ ഭാര്യ എന്ന് വിളിക്കുന്ന ആ ശവത്തിൻ്റെ മുൻപിൽ വെച്ച് പോലും നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല. അല്പം ബലം പ്രയോഗിച്ചാൽ ഈ നിമിഷം എനിക്ക് നിന്നെ സ്വന്തമാക്കാനാകും. പക്ഷേ എനിക്കതല്ല വേണ്ടത്. പൂർണ്ണ സമ്മതത്തോടെ നീ എനിക്കായി കിടക്കവിരിക്കണം. അത് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് നടന്നു പോകുന്നത് മീര വിറങ്ങലിച്ച മനസ്സോടെ നോക്കിക്കണ്ടു. ആരാ അവിടെ? വാതിലിന് മറവിൽ നിന്നും ഉയർന്നു വന്ന തേങ്ങൽ കേട്ട് മീര ഞെട്ടലോടെ ചോദിച്ചു. പുറത്തേക്ക് വന്ന ആളെ കണ്ടവൾ ഞെട്ടിത്തെരിച്ചു നിന്നു. ആഗ്നസ്. എന്നോട് ക്ഷമിക്കണം മീര. എൻ്റെ ഭർത്താവ് ചെയ്യുന്ന എല്ലാ അപരാധങ്ങൾക്കും ഞാൻ ഹൃദയം നിറഞ്ഞു മാപ്പ് ചോദിക്കുന്നു. അയാളോട് മറുത്തൊരു വാക്കുപോലും പറയാനാകാത്ത വിധം എൻ്റെ നാവുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ അയാൾ വില പറയുന്നത് എൻ്റെ മകളുടെ ജീവിതം വെച്ചാണ്. സ്വന്തം മകളുടെ ജീവിതം ഇല്ലാതാകുന്നത് ഏതമ്മയ്ക്കാണ് സഹിക്കാനാകുക?
അവർ പൊട്ടിക്കരച്ചിലോടെ മീരയുടെ കാലുകളെ മുറുകെ പിടിച്ചു. ആഗ്നസ്, എനിക്ക് നിന്നെ മനസ്സിലാക്കാനാകും. എന്തൊക്കെ സംഭവിച്ചാലും ഒന്നും ആരും അറിയാനിടയാകരുത്. നീ ഇവിടെ ഉണ്ടാകണം, എൻ്റെ മക്കൾക്ക് കാവലായി. എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ദൈവം എനിക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ വിധിയാണ്. അതനുഭവിക്കേണ്ടത് എൻ്റെ കടമയും. സമാധാനമായി പോയി കിടന്നുറങ്ങിക്കോളൂ, മീര ശാന്തമായി പറഞ്ഞു. ആൽബി, അവനിലെ ചെകുത്താനെ മനസ്സിലാക്കാതെ ഞാൻ എൻ്റെ ജീവിതത്തോട് അവനെ ചേർത്ത് വെച്ചു പോയി. ഇനിയൊരിക്കലും എനിക്കതിൽ നിന്നും മോചനമില്ല. അവനെ എതിർക്കാനുള്ള ധൈര്യം പോലുമില്ലാത്ത വല്ലാത്തൊരു ജന്മമായി പോയി എൻ്റേത്. എന്നെ ശപിക്കല്ലേ. അവർ കൈ കൂപ്പിക്കൊണ്ട് പുറത്തേക്ക് പാഞ്ഞു. മീര തുടരും. കൂട്ടുകാരെ, നമ്മുടെ കഥ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടി കാണിക്കരുതേ. അടുത്ത ഭാഗവുമായി നാളെ കാണും വരെ ബൈ ബൈ, സ്റ്റേ സേഫ്.